കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. നന്ദ രാവിലെ കോളേജിൽ പോയിട്ട് ഇറങ്ങുവാണ്. ഈ സമയത്താണ് നയന ഒരുങ്ങി അങ്ങോട്ട് വന്നേ. പെട്ടെന്ന് ലക്ഷ്മിയെ വെച്ചു, അല്ല നയനമോളെ നീ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കണം. അപ്പൊ നയന അവിടെ നിന്ന് അർജുനെ വിളിക്കുകയാണ്. അർജുൻ വരാൻ പറയണം. പെട്ടെന്ന് നന്ദിച്ചു, അല്ല എങ്ങോട്ടാ പോന്നെന്ന് ചോദിക്കാം. അതോ ഞങ്ങൾ രണ്ടുപേരും പുറത്തു വരെയൊന്ന് പോവാ, കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും പിങ്കിയുടെ മുഖം അങ്ങോട്ട് മാറി. കാരണം ഷോപ്പിങ്ങിന് പോകണേ ഇവൾക്ക് തന്നെ പോയപ്പോരെ, ഇവളെന്തിനാ അർജുനെ വിളിച്ചോണ്ട് പോന്നേ. പെട്ടെന്ന് അർജുൻ അങ്ങോട്ട് ഒരുങ്ങി വന്നു കഴിഞ്ഞപ്പത്തിന് പിങ്കിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിങ്കിയെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അങ്ങനെ അർജുൻ വന്നു കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, എന്നാ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കണം. പോവാന്ന് പറയണം. അങ്ങനെ അർജുന്റെ കൈ പിടിച്ചോണ്ട് നയനെ അങ്ങോട്ട് പോവാണ്. ഈ കാഴ്ച കണ്ട് സമനില തെറ്റിയ പോലെ പിങ്കി നിൽക്കുകയാണ്. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ മുമ്പ് ഗൗതമനെ കൂട്ടി പിങ്കി ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് നന്ദ അവിടെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതേ ഒരു അവസ്ഥ പിങ്കിക്കും ഉണ്ടാവുകയാണ്. കാരണം തന്റെ ഭർത്താവിനെയും കൊണ്ട് നയനെ പോകുന്ന കണ്ടപ്പം നോക്കി നിൽക്കാൻ മാത്രമേ പിങ്കിക്ക് കഴിഞ്ഞുള്ളൂ. അല്ലെങ്കിലും പിങ്കി ഒരിക്കലും അർജുനെ സ്നേഹിച്ചിരുന്നില്ല. പിങ്കിയുടെ മനസ്സ് ഗൗതമായിരുന്നു. പക്ഷേങ്കില് ഇപ്പൊ നയന അർജുനോട് കാണിക്കുന്ന സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോ പിങ്കിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഈ സമയം മോഹിനി അങ്ങോട്ട് വന്നു. മോഹിനി വന്നിട്ട് പറഞ്ഞ, അല്ല നയനമോൾ എങ്ങോട്ടാ പോയത്, അർജുനെയും കൂട്ടിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇതേടെ ലക്ഷ്മി പറഞ്ഞു, എന്തോ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞ്. ഇത് കേട്ടെന്ന് പറഞ്ഞു, ഇങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെ തന്നെ നയന ഈ വീട്ടിലേതായി തീരുമെന്ന് എനിക്ക് തോന്നണേന്ന് പറയാം. പെട്ടെന്ന് അരുന്ധതി ചോദിച്ചു, അല്ല മോഹിനി നീ എന്ത് ഉദ്ദേശത്തിൽ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം. അല്ല ഞാനങ്ങ് പറയുന്നുള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് പവിത്ര വന്നേ. പവിത്ര വന്നിട്ട് പറഞ്ഞു, അതെ അമ്മ പറഞ്ഞ എന്താന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കാം. ലക്ഷ്മി പറഞ്ഞു, എന്താ പവിത്ര എന്ന് ചോദിക്കണം. അല്ല പിങ്കി ചേച്ചി പോവല്ലേ ഇവിടുന്ന്, അങ്ങനെയാണെങ്കിൽ പിങ്കി ചേച്ചി പോകുമ്പോ ആ ഗ്യാപ്പ് മിക്കവാറും നയേച്ചി വരാൻ സാധ്യതയുണ്ടെന്ന് പറയണം. ഇത് കേട്ട അരുന്ധതി പറഞ്ഞു, പവിത്ര നാക്കിനെല്ലെന്ന് കരുതി എന്തും പറയാന്ന് വെക്കരുതെന്ന് പറയണം. ഇല്ല ഞാനങ്ങോട്ട് പറഞ്ഞോളൂ, സുമംഗലാപ്പച്ചിക്കും അതിനുള്ള താല്പര്യം തോന്നുമെന്ന് പറയണം. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവാന്ന് പവിത്രയുടെ ആരാ പറഞ്ഞെന്ന് ചോദിക്കാം. ഇത് കേട്ടതും അരുന്ധതി ലക്ഷ്മി എല്ലാം ഞെട്ടി ഒരു നിമിഷം. അല്ല അപ്പൊ നീയല്ലേ പറഞ്ഞ ഇവിടുന്ന് പോകുക, ഡിവോഴ്സ് വേണമെന്നൊക്കെ. അത് ഞാൻ അപ്പൊ പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ഞാനെന്തിനാ പെട്ടെന്ന് അങ്ങോട്ട് പോന്നേ. എന്റെ ഭർത്താവല്ലേ അർജുൻ ചോദിക്കുകയാണ്. ഇത് കേട്ടാൽ ലക്ഷ്മി അരുന്ധതി എല്ലാം പരസ്പരം നോക്കുകയാണ്. പിങ്കിക്ക് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ. പെട്ടെന്ന് ലക്ഷ്മി, ഓഹോ ഇപ്പൊ അങ്ങനെയായോ, ഇപ്പൊ ഞങ്ങളാണോ കുറ്റക്കാരായത്. അല്ല നീ അങ്ങനെയല്ലായിരുന്നല്ലോ പറഞ്ഞ്, നിന്റെ സ്വന്തമായ തീരുമാനമാണ്. നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടു പോവാന്ന് ഞങ്ങൾ ആരും നിർബന്ധിച്ചില്ല പിങ്കി. പിന്നെന്തിനാ നീ ഇങ്ങനെ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു, ഇവിടെ നയനെ കാണിക്കുന്ന ഒരു കുഴപ്പമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ അർജുനെ പിടിച്ചോണ്ട് അവള് പോയത് കണ്ടില്ലേ. ഭാര്യയെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ അർജുനെ കൂട്ടിക്കൊണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ടെന്ന് നയനക്കെന്ന് ചോദിക്കാം. ഇത് കേട്ട അരുന്ധതി പറഞ്ഞു, അത് ഞങ്ങളല്ല ചോദിക്കണ്ടേ, നീയാണ് ചോദിക്കേണ്ട ആള്. നിനക്ക് ഇപ്പൊ കുഴപ്പമില്ലെങ്കിൽ പിന്നെ അർജുനാണോ കുഴപ്പമിരിക്കുന്നത്. അർജുനെ നയനെ വിളിച്ചിട്ടാണെങ്കിൽ ആ കൂടെ പോയെന്നിരിക്കും. അതിനകത്തിപ്പം നീ വിഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. അപ്പോഴാണ് അങ്ങോട്ട് സുമംഗല വരുന്നത്. സുമംഗല വന്നിട്ട് എന്താ അവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഈ സമയം പവിത്ര അതെ നയനേച്ചി അർജുനേട്ടനും കൂടെ പുറത്തുപോയി. അത് കണ്ടപ്പോ പിങ്കി ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ട് അതാന്ന് പറയണേ. പെട്ടെന്ന് സുമംഗല ചോദിച്ചു, നീ എന്തിനാ പിങ്കി ബുദ്ധിമുട്ടുന്നേ, നീ ഇന്നോ നാളെ വീട്ടിൽ നിന്ന് പോകാനുള്ളവളല്ലേ, പിന്നെ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. അതെ അവനെങ്കിലും മനസ്സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ, നിനക്ക് എന്താ കുഴപ്പമിരിക്കുന്നേ, നിനക്ക് അവനെ വേണ്ട. പിന്നെ ഇപ്പം നയനയുടെ കൂടെ പോയാൽ എന്താ കുഴപ്പം, നയന വേറെ ആരുമല്ല അവന്റെ മുറപ്പെണ്ണല്ലേ, പിന്നെ നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുക. ഇത് കേട്ടതും പിങ്കിയുടെ മുഖം അങ്ങോട്ട് മാറി. പിങ്കി പറഞ്ഞു, അതെ ഞാനും അർജുനും തമ്മിലുള്ള ഡിവോഴ്സ് ഒന്നും ഇതുവരെയായിട്ടും നടന്നിട്ടില്ല. ഇതിപ്പോഴും ഞാൻ അർജുന്റെ ഭാര്യയായിട്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയാം. ഇത് കേട്ട് സുമംഗല പറഞ്ഞു, ഭാര്യ എന്നല്ല ലേബല് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ ഭാര്യ പതിവെ അലങ്കരിക്കുന്നൊന്നും ഇല്ലല്ലോ, ഭാര്യയായിട്ടും ഇല്ലല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കാം. ഇതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു പിങ്കിയുടെ വിചാരം താൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന. പക്ഷെ ആരും സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല. കാരണം അർജുനെ എല്ലാവർക്കും അറിയാം. പിങ്കി ഇവിടെ കാണിച്ചു കൂട്ടുന്ന എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഗൗതമിന്റെ പുറകെ നടക്കുന്നതും അതുപോലെ നന്ദനെ കണ്ണീര് കുടിപ്പിക്കുന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ആരും കൂടുതലൊന്നും പറയാനും പോയില്ല. ഈ സമയത്ത് പവിത്ര പറഞ്ഞതേ സുമംഗലാപ്പച്ചി പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയണം. ഇത് കേട്ടതും പിങ്കി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോകണം. പിങ്കിക്ക് ഒട്ടും അതും കൂടെ ഇഷ്ടപ്പെട്ടില്ല. ഈ സമയം നന്ദ ഇന്ത്യ കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് ഗൗതം അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഗൗതം വന്നിട്ട്, അല്ല നീ ഇന്ന് നേരത്തെ റെഡിയായിട്ട് ഇറങ്ങിയോന്ന് ചോദിക്കാം. അതെ ഞാൻ പറഞ്ഞല്ലോ ആ പ്രൊഫസറിന്റെ കാര്യം, അയാൾ ആകെ പാടി ചൂടന, ഇന്ന് എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല, എനിക്ക് അസൈൻമെന്റ് വെക്കണം, അതുകൊണ്ട് ഞാൻ നേരത്തെ പോകാന്ന് വിചാരിച്ചേ. താമസിച്ചങ്ങാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ വായിലിരിക്കുന്ന മൊത്തം ഞാൻ ചീത്ത വെക്കേണ്ടി വരും. ഇത് കേട്ടാൽ ഗൗതം പറഞ്ഞ്, പേടിക്കണ്ടെന്നേ, ഇതിനേക്കാളും വലിയ ആൾക്കാരെയൊക്കെ നമ്മള് പറ്റി തോൽപ്പിച്ചിട്ടല്ലേ, പിന്നെ നീ എന്തിനാണ് ഭയക്കുന്നേ. ഭയമല്ല ഗൗതം സാർ, അസൈൻമെന്റ് എടുത്തെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല, എത്ര കഷ്ടപ്പെട്ടാന്നല്ലേ ഞാൻ ഇതെല്ലാം എഴുതി റെഡിയാക്കിയത്.
അത് കൊണ്ടുവന്നപ്പോൾ അയാൾ പറയാ ഞാനിത് കോപ്പി അടിച്ചാണോ മറ്റും. അതൊക്കെ അയാൾക്ക് പറയാം, പക്ഷെ എന്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറയാം. സാരമില്ല, ധൈര്യമായിട്ട് പോ, ഒന്നുകൂടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക, അയാൾ എന്താ പറയണമെന്ന് അറിയാലോ എന്ന് പറയാം. എന്റെ വല്ല സപ്പോർട്ടും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കിട്ടുമെന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല, ഇത് കോളേജിലെ പ്രശ്നമല്ലേ, ഞാൻ തന്നെയായിട്ട് തീർത്തോളാം എന്ന് പറയണം. അങ്ങനെ നന്ദേനെ കൊണ്ട് കോളേജിന്റെ വാതൊക്കെ വിട്ടിട്ട് ഗൗതം പറഞ്ഞതേ വൈകുന്നേരം ഞാൻ വിളിച്ചേക്കാം, ഇറങ്ങാൻ വിളിച്ചാൽ മതി, ഞാൻ വന്ന് കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ട് കയറി പോവാണ്. ആ സമയം ശ്രീതു വന്നിട്ട് ചോദിച്ചു, അല്ല അസൈൻമെന്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെന്ന് ചോദിക്കും. റെഡിയാക്കിയിട്ടുണ്ട്, എങ്ങനെയാവുമെന്ന് എനിക്ക് അറിയത്തില്ല, ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്ത് നോക്കാന്ന് ഓർത്തായിരിക്കണേ, പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം. അതെ, നിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കാര്യം പറയണോ മോളേന്ന് ചോദിക്കുക. ഈ സമയം നന്ദ പറഞ്ഞു, എനിക്കറിയത്തില്ല, എന്നോട് എന്തോ ഒരു മുൻവൈരാഗ്യം ഉള്ള പോലെ അയാളുടെ പെരുമാറ്റം എന്ന് പറയണം. പ്രൊഫസറാണ് പോലും, എന്റെ സ്വഭാവം പഴയ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന പോലും അറിയത്തില്ല, പക്ഷെ ഇപ്പം ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുക, എനിക്ക് ആകെപ്പാടെ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ടെന്ന് പറയാം. എന്ത് ചെയ്യാൻ പറ്റും, ഡോക്ടർ ആയാലേ മതിയാവുള്ളൂ, അതുകൊണ്ടാന്ന് പറയാണ്. പിന്നീട് നന്ദ നേരെ പ്രൊഫസറുടെ റൂമിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ റൂമിലേക്ക് എന്താ എന്താ കാര്യം ചോദിക്കണം. അല്ല സാർ അസൈൻമെന്റ് വെക്കാൻ വന്നാ. അല്ല താൻ എന്താ വീണ്ടും എഴുതിയെന്ന് ചോദിക്കാം. അല്ല സാർ അത് പിന്നെ എന്താടോ തനിക്കെന്നെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്ന് ചോദിക്കും. കേട്ടെന്ന് നന്ദ പറഞ്ഞു, സാർ അതിൻ്റെ കംപ്ലൈന്റും ഇല്ല, ഞാൻ ആരുടെ കോപ്പി അടിച്ചൊന്നുമില്ല, സാർ ഇത് നോക്കിയിട്ട് ഒരെണ്ണം ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്, സാർ ഇത് നോക്കണമെന്ന് പറയണം. പിന്നീട് ആ ടേബിളിലേക്ക് വെക്കുവാണ് നന്ദ. ഇത് കണ്ടത് അയാൾ പറഞ്ഞതേ ഞാൻ പിന്നെ നോക്കിക്കോളാം, ഇപ്പം എനിക്ക് സമയമില്ലെന്ന് പറയാണ്. നന്ദ സാർ അത് പിന്നെ ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ലെന്ന് ചോദിക്കും. ഇറങ്ങി പോടോന്ന് പറയാണ്. നന്ദയ്ക്ക് വല്ലാത്ത വിഷമായി, ഹരാസ് ചെയ്യുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്, ഇയാള് ഇത് കുറച്ച് ഓവറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നീട് നന്ദ മുറിക്ക് പുറത്തേക്കോട്ട് ഇറങ്ങി പോരാ. നന്ദയ്ക്ക് വല്ലാത്ത വിഷമം വരുന്നു. പിന്നീട് അങ്ങനെ പ്രാക്ടിക്കൽ ക്ലാസ് ആയിരുന്നു. പ്രാക്ടിക്കൽ ക്ലാസ് മെഡിക്കൽ കോളേജിലാണല്ലോ, അപ്പൊ ഒരു പേഷ്യന്റിനെ നോക്കാൻ പോകാനായിട്ട് അപ്പൊ നന്ദയും ബാക്കി സ്റ്റുഡൻസ് എല്ലാവരും കൂടെ പോവാ. അപ്പൊ വിജയശങ്കർ ആയിരുന്നു. അങ്ങനെ വിജയശങ്കർ ഒരു പേഷ്യന്റിന്റെ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെ ചെന്ന് അയാളെ പരിശോധിച്ച് നോക്കിയിട്ട് നന്ദയോട് പറഞ്ഞു, എന്താ ടെലസ്കോപ്പ് പരിശോധിക്കാൻ പറയാണ്. നന്ദയ്ക്ക് വല്ലാത്ത വിറയല്, ആദ്യമായിട്ടാണ്, എന്തോ ഒരു ഭയം. ഇനിയിപ്പൊ താൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം പ്രൊഫസർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, ഇത്ര ആൾക്കാർ കൂടി നിൽക്കുന്നതാണ്, വേറെ സ്റ്റുഡൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അതേ കാലത്ത് നന്ദയ്ക്ക് ഒരു വിഷമവും വിറയിലും ഒക്കെ ഉണ്ട്. അങ്ങനെ നന്ദ വിറയ്ക്കുന്ന കൈകളിലൂടെ പതുക്കെ പോയി നെഞ്ചത്തൊക്കെ ടെലസ്കോപ്പ് വെച്ച് ഇങ്ങനെ പരിശോധിക്കണം. ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ വിജയശങ്കർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്താ കുറ്റം കണ്ടുപിടിക്കണം എന്ന് ഓർത്തിട്ട്. പെട്ടെന്ന് തന്നെ വിജയശങ്കർ ഇങ്ങനെയാണോ പരിശോധിക്കണമെന്ന് ചോദിക്കാം. കേട്ട നന്ദയും ഞെട്ടി, താനൊക്കെ എന്തിനാ കോളേജിലേക്ക് വരുന്നേ, ടോപ്പ് റാങ്കറാണ് പോലും, എന്നിട്ട് സ്റ്റെതസ്കോപ്പ് പോലും മര്യാദയ്ക്ക് പിടിക്കാനോ വെക്കാനോ അറിയത്തില്ല, താനൊക്കെ എവിടുത്തെ ഡോക്ടറാണ് പഠിക്കുന്നവരാണോ, ഇതിനേക്കാളും പോയി അടുക്കള ജോലി ചെയ്യടോ, തനിക്കൊക്കെ പറഞ്ഞേക്കുന്ന പണി അതാ, രാവിലെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്ന് കെട്ടും എഴുന്നള്ളി വന്നിരിക്കും, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാതാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കളിയാക്കുക. നന്ദയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു, കാരണം ചുറ്റുമുള്ള ഫ്രണ്ട്സ് അങ്ങ് ചിരിക്കുവാണ്. എന്നിട്ട് ഇത്രയും കളിയാക്കലൊക്കെ ഇട്ടിട്ട് നന്ദയ്ക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നത്. കാരണം താൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ള നന്ദയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നന്ദ എന്ത് ചെയ്യണം, കണ്ണങ്ങ് നിറഞ്ഞു വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞാലും കണ്ണീരൊഴിക്കൊണ്ട് നിൽക്കുന്നു, നാണമില്ലോടോന്ന് ചോദിക്കണം. പെട്ടെന്ന് നന്ദ കരഞ്ഞോണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇത് കണ്ട് വിജയശങ്കർ ഒന്ന് ഒരു ആനന്ദച്ചിരി അങ്ങോട്ട് ചിരിക്കുക. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം. പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആകെപ്പാടെ സമനില തെറ്റുന്ന പോലെ തോന്നി. ഈ സമയം വിജയശങ്കർ പുറത്തേക്ക് വന്നിട്ട് നേരെ പിങ്കിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. പിങ്കിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും പിങ്കി മോളെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കണം. സുഖമാണെങ്കിലെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. അതെ, ഇന്ന് അവൾക്കിട്ടുള്ള ഡോസ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അവളെ ഞാൻ ഇന്ന് നിർത്തി പഠിച്ചിട്ടുണ്ട്, കരഞ്ഞോണ്ടായിരുന്നു ഇറങ്ങി പോന്നിരിക്കുന്നത്, ഇന്നത്തോടെ മിക്കവാറും അവൾ അവളുടെ പഠനം ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടെന്ന് പിങ്കി പറഞ്ഞു, അവളൊരു വിളഞ്ഞു വിത്താ, അങ്ങനെ പെട്ടെന്നൊന്നും പിടി തരുന്ന എനവല്ലെന്ന് പറയണം. ഏത് വല്ല എനവാണെങ്കിലും ഇന്ന് അവളുടെ പത്തി അടിച്ചു താത്തിയാൻ വിട്ടേക്കുന്നത്, ഇന്നറിയാന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ അങ്ങനെ ഫോൺ വെക്കുവാണ്. ഈ സമയത്ത് സങ്കടം സഹിക്ക വയ്യാതെ നന്ദ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഗൗതമിനെ വിളിക്കുകയാണ്. തന്റെ വിഷമങ്ങളും വേദനകളും എല്ലാം ഗൗതമിനോട് പറയുവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഗൗതം ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ വിജയശങ്കറിനെ നന്ദ പൊളിച്ചെടുക്കും, വെറുതെ ഇരിക്കത്തില്ല. കാരണം ഇത്രമാത്രം ഹരാസ് ചെയ്ത് കഴിയുമ്പം വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലോ. അത് മാത്രമല്ല, പിങ്കിയുടെ കസിനാണ് വിജയശങ്കർ, പിങ്കിയുടെ തന്ത്രമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.